17 വർഷങ്ങൾക്ക് മുമ്പ് അന്വേഷണം വഴിമുട്ടിപ്പോയ ഈ കേസ് പുനരന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതി വഴി മൂവ് ചെയ്യണം. അതിനാണ് ഈ റിട്ട്. ഈ വിൻസെന്റ് ആത്മഹത്യ ചെയ്തോ അതോ കൊല്ലപ്പെട്ടോ? ഇനി അതല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് കോടതിക്ക് ചീഫ് സെക്രട്ടറിക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണമൊക്കെ വളരെ പെട്ടെന്ന് നടക്കുമല്ലോ സാറേ. ആവണമല്ലോ. പോലീസ് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഒരുമിച്ച് വരണം. സാറേ, രാജ്മോഹൻ സാർ വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ ആ വഴി മൂവ് ചെയ്യാണ്. അതുകൊണ്ട് ആൻസിയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ കോടതിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക. എന്നാലേ ആൻസിയുടെ വീഡിയോ കേസും ഈ കോടനാട് കേസും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ശരി, ഞാനെന്താ സാർ വേണ്ടത്? ഞാൻ പത്മനാഭനെ അങ്ങോട്ട് അയക്കാം. 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. ഓ, ചെയ്യാം സാർ. പിന്നെ നിറയെ മെസ്സേജസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻസിയെ തള്ളി പറഞ്ഞ വനിതാ സംഘടനകളും കമ്മീഷനും ഒക്കെ മെല്ലെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ സാർ, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ആൻസി എന്താ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാത്തത്? ആ ആശങ്കയൊക്കെ പോയോ? എനിക്കിപ്പോൾ ഒരാശങ്കയില്ല സാർ. സാറിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ സേഫാണ്. അവർക്കൊന്നും അവരെ ചെയ്യാൻ സാധിക്കില്ല. ശരി സാർ. പിന്നെ പല്ലവി വരുന്ന വഴി വിളിച്ചായിരുന്നു. അവളിത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെഫ്റ്റിലേക്ക് പോ, ഡീസൽ വെച്ചിട്ട് പോ. ശരി. ആയിക്കോട്ടെ സാർ. മോളെ, ഇപ്പൊ ഈ കേസങ്ങ് വലുതാവൂല്ലോ? കേസേ അങ്ങ് വലുതാവണം സുഷു. എന്നാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. മോളെ, ഇനിയിപ്പോ അവന്മാർ എന്തുമായിരിക്കും ചെയ്യാൻ പോകുന്നേ? മോക്ക് അതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? സാറേ വല്ലതും പറഞ്ഞു അതിനെപ്പറ്റി? കേസ് നേരിടുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കൊച്ചപ്പ. അതാ സാറും പറയുന്നത്. അച്ചായ, പരുമലപ്പള്ളിയിലെ നേർച്ചയുടെ കാര്യമല്ലയോ? അത് ഞാൻ ഏറ്റു. നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത വേറെ സ്ഥലത്തോടെ ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാടി? ശബരിമലയില് ശയന പ്രദക്ഷിണ 100 തവണ. എത്ര? 100. 41 ദിവസത്തെ കഠിന വ്രതം ഉണ്ട്. ഇറച്ചി മീനൊന്നും കൂട്ടാക്കത്തില്ല. സുഷു, നീ എന്തിനാടി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്റെ കൊച്ചിനോട് ചെയ്തോമാരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ കഠിന വ്രതം തന്നെ വേണം. നീ ഇവിടെ കയറി ഇരിക്കുവാണോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരുടെ ഒന്നും വാങ്ങിച്ചു കഴിക്കില്ലെന്ന്. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. അവള് സമാധാനത്തോടെ കഴിച്ചോണ്ടിരിക്കില്ലേ? വിശന്നിട്ട് വന്നതാ കൊച്ച്. ആകെ ഉള്ളൊരു കുഞ്ഞലടി. അതിന് സമയത്തിന് ആഹാരം വെള്ളം കൊടുത്താൽ നിനക്ക് അതങ്ങനെ 24 മണിക്കൂറും കഥ അടച്ച് മുറിക്കാത്ത ഒത്തിരി കൂടാ വർത്താനോ? കൊച്ചിനൊന്നും കൊടുക്കത്തില്ല. ചർച്ച ചെയ്യാനേ ഇവിടെ ഇഷ്ടംപോലെ വിഷയമുണ്ടല്ലോ. ഒന്ന് ഒതുങ്ങി വന്നതാ, പിന്നെയും തുടങ്ങി TV കയറി എന്നുള്ള പ്രസംഗം. ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയതാ. ബേബിച്ചേൻ പറഞ്ഞോലേ ഇതൊരു തരം മാനസിക രോഗോ. വാടി ഇങ്ങോട്ട്. അങ്ങോട്ട് വരാൻ. ഇവിടെ എന്ത് ചെയ്യും? സുഷ്മി ചെയ്തേ, സമാധാനത്തോടെ ഇരിക്കേ. വെറുതെ വഷളാക്കണ്ട. ആഹാരം കഴിക്കേ. ഇവള് കുറച്ച് പാഠം പഠിക്കാനുണ്ട്. അതെ, അനുഭവത്തിലേ പഠിക്കത്തുള്ളൂ. വാടി ഇങ്ങോട്ട്. അവക്കടെ ഒരു ബേബി ചായ